ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസത്തെ സ്റ്റിച്ചിങ് വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ളൊരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ഗൾഫിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പുകളുടെ സ്റ്റിച്ചിങ് ആണ്. ഒരു 5 ചുരിദാർ സെറ്റുകളുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒരു ചുരിദാർ സെറ്റ് ബോട്ടവും ടോപ്പും രണ്ടും നമ്മൾ ടോപ്പായിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ കാണിക്കുന്നതാണ് ചുരിദാർ മെറ്റീരിയൽസ്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാൻ എടുത്തപ്പോൾ തന്നെ ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അതുവരെ കുറച്ച് ഓൾട്രേഷൻ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്തത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമാണ് ഇത് കട്ട് ചെയ്യാൻ എടുത്തത് കേട്ടോ. ഒന്ന് വീണ് നടുവിനൊക്കെ ഇച്ചിരി പ്രശ്നമൊക്കെ ആയിട്ട് പെയിനൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ് വളരെ ശോകമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ടോപ്പും ബോട്ടവും വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ 2 ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. നേരത്തെ കൂടുതലും കോട്ടൺ മെറ്റീരിയൽസ് ആണല്ലോ നമ്മൾ എടുക്കുന്ന സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ചുരിദാർ മെറ്റീരിയൽ എടുക്കുമ്പോൾ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബോട്ടവും ടോപ്പും ഉള്ള മെറ്റീരിയൽ നമ്മൾ ടോപ്പായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് കോമൺ ആയിട്ടൊരു ബോട്ടം യൂസ് ചെയ്യും. ഷോൾ പിന്നെ 2നും യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചില ബോട്ടം മെറ്റീരിയൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെട്ടിക്കളയാനും തോന്നത്തില്ല. അതുകൊണ്ട് നമ്മൾ ടോപ്പ് തന്നെ സ്റ്റിച്ച് ചെയ്തു. അതുപോലെ നല്ല മെറ്റീരിയൽസ് ആയിരിക്കും ചില ബോട്ടത്തിന് വരുന്നത്. ഒരാളുടെ തന്നെ ഡ്രസ്സാണെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടെണ്ണം വെച്ചാണ് വെട്ടിയെടുത്തത് കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ചിട്ട് വെട്ടിക്കഴിഞ്ഞാലും ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടിംഗ് മെഷീൻ യൂസ് ചെയ്ത് കട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ഏത് ബ്രാൻഡിൻ്റെയാണ് കട്ടിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത്, എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ കുറച്ച് പേര് ചോദിച്ചിട്ടുള്ളൊരു ഡൗട്ടാണ്, ഒരേ ഡ്രസ്സ് 2 മെറ്റീരിയൽ, അതായത് 2 തരത്തിലുള്ള മെറ്റീരിയൽ കൊണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ചിങ് ചാർജിൽ വ്യത്യാസം വരുമെന്നുള്ളതാണ്. നെക്കും മോഡലും എല്ലാം ഒരേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെന്ന് പറഞ്ഞാലും തുണിയിലെ വ്യത്യാസം കൊണ്ട് ചാർജിൽ വ്യത്യാസം വരും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലോയി ആയിട്ടുള്ളൊരു മെറ്റീരിയൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നോർമലി സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാട്ടിൽ കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. സ്റ്റിച്ചിങ്ങിൽ നമ്മൾ കൂടുതൽ സമയത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ ഡിസൈനിങ്ങും കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ സ്റ്റിച്ചിങ് ചാർജിൽ കൂടുതൽ വ്യത്യാസം വരുന്നതിൻ്റെ കാര്യം അതാണ്. ഒരു സ്ഥാപനത്തിൽ ഒരാൾ സ്റ്റിച്ച് ചെയ്യുന്നു. ആ ആൾക്ക് 1 മണിക്കൂറിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ടൈമാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലോയി ആയിട്ടുള്ളൊരു മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യുമ്പം ആദ്യം ചെയ്ത മെറ്റീരിയൽ നമുക്കൊരു കോട്ടൺ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തെന്ന് വിചാരിക്കുക. അതിന് 300 രൂപ ചാർജാണ് വാങ്ങിക്കുന്നതെന്ന് വിചാരിക്കുക. സെയിം മോഡലിൽ തന്നെയുള്ള ഔട്ട്ഫിറ്റാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഉണ്ടെങ്കിലും ഈ രണ്ടാമത് സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയൽ ഫ്ലോയി ആയതുകൊണ്ടും കൈ പിടിച്ചാൽ നിൽക്കാത്തത് കൊണ്ടും അതുപോലെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾ തയ്ച്ച് കഴിയുമ്പം ആ ഒരു കറക്റ്റ് ഫിനിഷിങ്ങിലോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചെടുത്ത കാര്യം നിൽക്കത്തില്ല. അപ്പം അത് കൃത്യമായിട്ട് നോക്കി സ്റ്റിച്ച് ചെയ്യുമ്പം നമുക്ക് ഒരു 2 മണിക്കൂർ കൂടുതൽ നമുക്ക് എക്സ്ട്രാ ആയി എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ 2 ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുള്ള സമയമാണ് അവിടെ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 300 രൂപയ്ക്ക് പകരം ചിലപ്പോൾ 600 രൂപ വാങ്ങിക്കേണ്ടി വരും. പലപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നവർ അത്രയും എമൗണ്ട് കൂടുതൽ ചിലപ്പോൾ വാങ്ങിക്കില്ല. ചിലപ്പോൾ എക്സ്ട്രാ ഒരു എമൗണ്ട് മാത്രമായിരിക്കും മേടിക്കുന്നത്. നമ്മൾ പലപ്പോഴും തയ്യക്കൂലി പറയുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം, കൂടുതലായി പോകുമോ, അവർക്ക് ബുദ്ധിമുട്ടാകുമോ നമ്മൾ മനസ്സിൽ ചിന്തിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തൊഴിൽ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരു മിനിമം ഇതിലാണ് നമ്മൾ ചാർജ് വാങ്ങിക്കുന്നത് കേട്ടോ. പണിച്ചോരയില്ലാതെ ആരും വാങ്ങിക്കാറില്ല. അതുപോലെ തന്നെ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബ്രല്ല ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണിയുടെ ഫ്ലെയർ മീറ്റർ കൂടുന്നതിൻ്റെ അനുസരിച്ച് ചാർജിൽ വ്യത്യാസം വരുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വ്യത്യാസം വരും. ഇതെല്ലാവരും മനസ്സിലാക്കിയിരിക്കും. ആരും ഇനി ഈ ഒരു കാര്യത്തിൽ ഡൗട്ട് അടിക്കരുത്. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോഴത്തേനും നിങ്ങളിത് ഓർത്ത് വെക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ. 3 അല്ലെങ്കിൽ 3.5 മീറ്റർ കൊണ്ട് അംബ്രല്ല തയ്ക്കുന്നത് പോലെയല്ല 5.5 മീറ്റർ കൊണ്ട് തയ്ക്കുന്നത്. അതുപോലെ തന്നെ 7 മീറ്റർ 7.5 മീറ്റർ അങ്ങനെ മീറ്ററിൻ്റെ അളവും ഫ്ലെയറും കൂടുന്നതിൻ്റെ അനുസരിച്ച് ചാർജിൽ വ്യത്യാസം വരും. തുണി തയ്ക്കാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നോടം വരെ നമ്മൾ വളരെ സ്നേഹത്തിലിരുന്നിട്ട് ആ സ്റ്റിച്ചിങ് ചാർജ് പറഞ്ഞു കഴിയുമ്പോൾ ശത്രുക്കളെ പോലെ നമ്മളോട് പെരുമാറുന്ന ഒരു അവസ്ഥ കഴിഞ്ഞ ദിവസം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പ്രത്യേകം പറയുന്നത് കേട്ടോ. സ്റ്റിച്ചിങ് ചാർജ് ആദ്യമേ ചോദിച്ചതിന് ശേഷം അങ്ങനെ കൂടുതൽ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെ കുറച്ച് തയ്ക്കുന്ന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തവർക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അതല്ലാതെ വെറുതെ നമുക്ക് ഒരേപോലെ ബുദ്ധിമുട്ടുണ്ടാകേണ്ട ഒരു അവസ്ഥ വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ തയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഇന്നത്തെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് രാത്രി ഒരു 7 മണി ആയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് ഈ ഒരു ഡ്രസ്സും കൂടെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇതുപോലെ സ്കാലപ്പാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള സ്കാലപ്പ് ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് ആ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അങ്ങനെയുള്ളപ്പോൾ എക്സ്ട്രാ ചെറിയൊരു ചാർജ് വരുന്നുണ്ട് കേട്ടോ. വലിയ ഭീമമായിട്ടുള്ള ചാർജല്ല, ചെറിയൊരു ചാർജ് തന്നെ എക്സ്ട്രാ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതും കൂടെ ചെയ്ത് നമ്മൾ ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ടൈലേഴ്സ് ആയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക.
കസ്റ്റമേഴ്സ് ഇതൊക്കെ മനസ്സിലാക്കി ഒന്ന് പെരുമാറാനും ശ്രദ്ധിക്കുക. താങ്ക്